ഞാൻ രാവിലെ നമ്മുടെ മൊസ്കിറ്റോ ട്രാപ്പ് ഇന്നലെ വെച്ച് നോക്കാൻ വന്നത്. ഈ വീടിൻ്റെ പുറത്താണ് വെച്ചിരുന്നത്. ഇവിടെ നല്ല മഴയാണ്. ഞാൻ രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് നോക്കാൻ വന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് കേൾക്കാൻ പൊട്ടുന്നത്. അപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. കേട്ടില്ലേ സൗണ്ട്? ഇതാണ് ഗൈസ് നമ്മുടെ സാധനം. കണ്ടില്ലേ? ഒത്തിരി ഈച്ച ഉണ്ട് കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ചതിൽ ഈച്ച കിടപ്പുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ആക്രിക്കടയിൽ പോയപ്പോൾ മൊസ്കിറ്റോ ബാറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ മൊസ്കിറ്റോ ബാറ്റിൻ്റെ ബോർഡ് വെച്ച് ഉണ്ടാക്കിയെടുത്തൊരു ഫ്ലൈ ക്യാച്ചറാണിത്. ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ റിസൾട്ടാണ് നിങ്ങൾ ആദ്യം കണ്ടത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് നോക്കാം. അതിന് മുമ്പ് അപ്പോൾ ഞാനിതുപോലത്തെ പ്രൊജക്റ്റ് ഒക്കെ ചെയ്യാൻ നേരത്ത് പലരും എന്നോട് ചോദിക്കാറുണ്ട് ഇതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി മാർക്കറ്റ് ചെയ്തുകൂടെന്ന്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പറ്റിയൊരു സൈറ്റാണ് JLC CNC. അപ്പോൾ അവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതൊരു ഉദാഹരണമായിട്ട് ഞാൻ പറയാം. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് ചെയ്യണം. അത് നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ 3D പ്രിൻറ്റിംഗ് രൂപങ്ങൾ, അതായത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഐഡിയയിൽ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഡിസൈൻ ചെയ്ത് നമുക്ക് അത് വേണമെങ്കിൽ നമുക്ക് അർക്കലിക്കിലോ പ്ലാസ്റ്റിക്കിലോ മെറ്റലിലോ നമുക്കിത് ഷേപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മാത്രമല്ല ഇവർക്ക് PCB ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തിരിക്കുന്ന ബോർഡ് ഉണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ എടുത്തേക്കുന്നത് നമ്മൾ ആക്രിയിൽ നിന്ന് എടുത്ത ബോർഡാണ്. അപ്പോൾ അതിന് പകരം നമുക്ക് സ്വന്തമായിട്ടൊരു ബോർഡ് അതിനകത്ത് തന്നെ ബിൽഡ് ചെയ്ത് നമുക്ക് അതിനകത്ത് തന്നെ പർച്ചേസ് ചെയ്യാനും പറ്റും. മാത്രമല്ല നമുക്ക് ചില സമയത്തൊക്കെ ഈ മെറ്റലിനകത്ത് കാർ വേണ്ട സിറ്റുവേഷൻ ഒക്കെ വരും. അപ്പോൾ നമ്മൾ എത്ര കൈകൊണ്ട് ചെയ്താലും അത്ര പെർഫെക്റ്റ് ആവത്തില്ല. അപ്പോൾ നമുക്ക് CNC മെഷീൻ കട്ടിങ് ഉപയോഗിച്ച് നമുക്ക് ഇവർ സൈറ്റിൽ നിന്ന് അങ്ങനെയും പ്രോഡക്റ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് സ്വന്തമായിട്ട് പ്രൊജക്റ്റ് ഒക്കെ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ആ ഒരു സൈറ്റ് വളരെ ഉപകാരപ്പെടും. പിന്നെ ഒരു കാര്യം എടുത്ത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ $1 മുതൽ നമുക്ക് സാധനങ്ങളിനകത്ത് പർച്ചേസ് ചെയ്യാനും പറ്റും. മാത്രമല്ല ഇത് 3 ദിവസത്തിനുള്ളിൽ നമുക്ക് ഡെലിവറി ആവുകയും ചെയ്യും. പിന്നെ നിങ്ങളൊരു പുതിയ യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് $123 ഒരു ഗിഫ്റ്റ് വൗച്ചറും ഇതിനകത്ത് നിന്ന് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ സൈറ്റിന് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം, ആവശ്യമുള്ളത് കയറി നോക്കാം. അടുത്തായിട്ട് നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലും ബാറ്റിന്റെ ബോർഡ് ഊരിയെടുത്ത് ചെക്ക് ചെയ്യാൻ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഈ മണ്ടഭാഗം വഴി ബാറ്റ് തന്നെ നമുക്ക് ആദ്യം ചെക്ക് ചെയ്ത് നോക്കാം. എന്തായാലും നമുക്ക് അതിൻ്റെ ബോർഡ് ഊരിയെടുക്കാം. ഇതൊക്കെ വളരെ സിമ്പിളാണ് ഊരിയെടുക്കാനായിട്ട്. കുറച്ച് സ്ക്രൂ അഴിച്ചാൽ മാത്രം മതി. ഓക്കെ, നമ്മളങ്ങനെ ബോർഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് പഴയ ബാറ്ററി കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം കംപ്ലയിൻറ്റ് മിക്കവാറും ബാറ്ററി കംപ്ലയിൻ്റ് ആണ്. നമുക്ക് ഇതിനകത്തൊരു പുതിയ ബാറ്ററി കൊടുത്ത് നോക്കാം. ഞാൻ ഒരു 3.7 ലിഥിയം ബാറ്ററിയാണ് കൊടുക്കുന്നത്. ഈ 2 വയർ തമ്മിലൊന്ന് മുട്ടിച്ച് നോക്കാം. അപ്പോൾ അറിയാം ഇത് വർക്ക് ചെയ്യില്ല. യെസ് ഗായ്സ്, വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇത് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ബോർഡ് തന്നെ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു ബോർഡ് ബാറ്ററി ഡിസ്കണക്ട് ചെയ്തിട്ട് ഇതിനകത്ത് ഊരിയെടുക്കാം. ഷോക്കടിച്ച് ഗായ്സ്, ഷോക്കടിച്ച്. എങ്ങനെയായാലും കറണ്ട് ബാലൻസ് ചെയ്യിക്കും. നമ്മളൊന്ന് ശ്രദ്ധിക്കണം എപ്പോഴും ഇതൊക്കെ ഊരുമ്പോൾ കേട്ടോ. ഓക്കെ, ഈ പഴയ എൻ്റെ AC ലൈന് സപ്ലൈ ലൈൻ കട്ട് ചെയ്ത് വിടാം. ഇത്രയാണ് ഈ ഒരു ബോർഡിനകത്ത് വരുന്നത്. ഇനി ഞാൻ എടുത്ത ആ രണ്ടാമത്തെ ബാറ്റിൻ്റെ ഫുൾ ബോഡി ഒന്ന് കംപ്ലൈൻറ്റ് ആവാത്ത ബാറ്റിൻ്റെ ഈ മണ്ടയ്ക്കത്തെ നെറ്റ് നമുക്ക് വേണം. നമുക്ക് അതിനുവേണ്ടി ഈ ഒരു പാനിൽ ഊരിയെടുക്കാം. ഒരു നെറ്റ് ഊരിയെടുത്തു, രണ്ടാമത്തെ നെറ്റ് ഊരിയെടുത്തു. അങ്ങനെ ഞാൻ മൂന്നാമത്തെ നെറ്റും ഊരിയെടുത്തിരിക്കുകയാണ് ഗൈസ്. ഇനി നമുക്കിതിനെ ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ അത് വലിയ കണ്ണിയുള്ള 2 നെറ്റും അതുകൊണ്ട് തന്നെ ചെറിയ കണ്ണിയുള്ള 2 നെറ്റും ഞാൻ ഇതുകൊണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബോഡി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഇതുകൊണ്ട് PVC ഫോം ഷീറ്റാണ്. ഇത് നമുക്ക് ആവശ്യമായിട്ട് അളവിൽ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ബോഡി നിർമ്മിച്ചെടുക്കാം. അങ്ങനെ ഒരു സ്ക്വയർ ബോക്സ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ബോക്സ് ഷേപ്പിൻ്റെ ഒരു സൈഡിലോട്ട് നമുക്ക് ചെറിയ നെറ്റ് വെച്ച് കൊടുക്കാം. എന്നിട്ട് അത് നമുക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടി ചെറിയ ബീഡിങ് മാതിരി കട്ട് ചെയ്തിട്ട് ഈ ഫോം ഷീറ്റ് ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലോട്ട് ഒരു പീസ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ തൊട്ട് മുകളിലോട്ട് നമുക്ക് അടുത്ത ഒരു ലെയർ എടുത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ സൈഡിൽ ഇതുകൊണ്ട് ചെറിയ പീസ് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതുകൊണ്ട് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇതുപോണക്ക് ഒരു ചെറിയ പീസ് വെച്ച് കവർ ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിലായിട്ട് ഇതുപോണക്ക് ചെറിയൊരു പീസ് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററിലായിട്ടിരിക്കണം കേട്ടോ. ഇനി ഇതുകൊണ്ട് 12 വോൾട്ട് വർക്ക് ചെയ്യുന്ന 2 ബ്ലൂ LED ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമ്മളിപ്പോൾ സെൻറ്ററിൽ വെച്ച് ആ പീസിലോട്ട് അപ്പുറം ഇപ്പുറമായിട്ട് ഒട്ടിച്ച് കൊടുക്കാം. ഇതിൻ്റെ പുറകെ ഡബിൾ സൈഡ് ടേപ്പ് വരുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് ഒട്ടിക്കാൻ പറ്റും. നമ്മളിപ്പോൾ വെച്ച LED വയർ നീളമില്ല, അത് നമുക്ക് 2 വയർ കൊടുത്ത് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാം. നമുക്ക് ഷോർട്ട് ആയിരിക്കാൻ വേണ്ടി ഇതുകൊണ്ട് ഇൻസുലേഷൻ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇതിനകത്ത് വയർ നമ്മൾ ഇതുവരെ പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോണക്ക് ഒരു ഗ്രിൽ സെറ്റ് ഇതുകൊണ്ട് ഇതിൻ്റെ ബാക്കിലും ചെയ്തെടുക്കാം. അങ്ങനെ അതിൻ്റെ 2 സൈഡും നെറ്റ് അടിച്ചിരിക്കുകയാണ്. കണ്ടില്ലേ? ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിനകത്ത് LED വയറാണ് കിടക്കുന്നത്. ഇനി ഇതുകൊണ്ട് ഒരു ബ്ലാക്ക് വയർ എടുത്തിട്ട് നമുക്ക് ഫസ്റ്റിലത്തെ ഈ ലെയർ ഉണ്ടല്ലോ, ആ വലിയ കണ്ണിയുടെ ലെയർ അതിനകത്തോട്ട് കയറ്റി കൊടുക്കാം. അനങ്ങായിരിക്കാൻ വേണ്ടി നമുക്ക് ഇതിൻ്റെ കമ്പിയെ സോൾവ് ചെയ്ത് കൊടുക്കാവേ. അങ്ങനെ 2 സൈഡിലെയും വലിയ നെറ്റ് നമ്മൾ ഓരോ വയർ വെച്ച് പുറത്തെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ ഈ ഒരു ചുവന്ന വയർ നമ്മൾ അകത്ത് കൊടുത്തേക്കുന്ന കുഞ്ഞു കണ്ണി ഉണ്ടല്ലോ, അതിനകത്ത് നമ്മൾ പുറത്ത് ഒന്ന് ഇവിടെ നിന്ന് എടുത്തേക്കുന്നത്, ഒന്നതാണ് ഇതുകൊണ്ട് ഇതിനകത്തുനിന്ന് എടുത്തേക്കുന്നത്. കണ്ടില്ലേ? ചോപ്പും 2 സൈഡിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ബ്ലാക്കും 2 സൈഡിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിഭാഗം നിർമ്മിക്കും. അതിനായിട്ട് ഞാൻ കുറച്ച് ഫോം ഷീറ്റ് കട്ട് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ഇതിൻ്റെ അടിഭാഗത്ത് വെക്കാനുള്ള ബോക്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മുടെ ഈ ഒരു മണ്ടവശം നല്ല ഇങ്ങനെ വെച്ചാൽ മതി. കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു ഷേപ്പ് കിട്ടും. നമുക്ക് ഇതിൻ്റെ ബാക്കി കണക്ഷനും കാര്യങ്ങളെല്ലാം കൊടുക്കാം. നമ്മൾ ഇതിൻ്റെ കണക്ഷൻ കൊടുക്കുന്നതിന് നമുക്ക് ഈ 2 സ്വിച്ചും ഈ ഒരു ഫീമെയിൽ സോക്കറ്റ് ഇതിനകത്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടി 2 ഹോൾട്ട് കൊടുക്കാം. ഈ സ്വിച്ചിന് സോക്കറ്റ് ഞാൻ വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു ബോക്സിനകത്ത് വെച്ച് കൊടുക്കാം. ഇനി ഇതിനകത്ത് ഫിറ്റ് ചെയ്ത് 2 LED ഉണ്ടല്ലോ, ഈ LED 2 വയറാണ് ഈ വരുന്നത്, നെഗറ്റീവും പോസിറ്റീവും. നമുക്ക് അതിനകത്ത് പോസിറ്റീവ് വയർ എടുത്ത് നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു സ്വിച്ചിൻ്റെ വയറോട്ട് കണക്ട് ചെയ്യാം. ഞാൻ ആ രണ്ടാമത്തെ സ്വിച്ചിൻ്റെ വയറോട്ട് കണക്ട് ചെയ്യുന്നത്. എന്നിട്ട് ഷോർട്ട് ആവാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇൻസുലേഷനോടെ ഇട്ട് കൊടുക്കാം. ഇതാണ് നമ്മൾ മൊസ്കിറ്റോ ബാറ്റിന് എടുത്ത ബോർഡ്. ഇതിനകത്ത് നമ്മൾ ഡയറക്റ്റ് ഇൻപുട്ട് കൊടുക്കുകയാണ്. അതുകൊണ്ട് ബാറ്ററി ഉപയോഗിക്കുന്നില്ല. 5 വോൾട്ട് ഇൻപുട്ടാണ് ഇതിനകത്ത് കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ AC ഇൻപുട്ട് വോൾട്ടേജ് നമ്മൾ ഉപയോഗിക്കുന്നില്ല. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഹൈ വോൾട്ടേജ് ഔട്ട് മാത്രമാണ് നമ്മൾ ഇതിനകത്ത് എടുക്കുന്നത്. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന LED 12 വോൾട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 12 വോൾട്ട് ഡയറക്റ്റ് നമുക്ക് ഈ ഒരു ബോർഡിലോട്ട് കൊടുക്കാൻ പറ്റത്തില്ല. അതിനുവേണ്ടി 12 വോൾട്ടിന് 5 വോൾട്ടായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു കൺവേർട്ടർ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്.
ഇനി ഇതിൻ്റെ ഇൻപുട്ട് കണക്ഷൻ വേണ്ടി നമ്മൾ കൊടുത്തിരിക്കുന്ന ഫീമെയിൽ സോക്കറ്റിൽ വരുന്ന പോസിറ്റീവ് വയർ നമ്മൾ ഈ ഒരു ബോർഡിൻ്റെ പോസിറ്റീവ് ലൈനോട്ടും നെഗറ്റീവ് വയറിൻ്റെ നെഗറ്റീവ് ലൈനോട്ടും സോൾവ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ കൺവേർട്ടറിൻ്റെ 5 വോൾട്ട് ഔട്ട് വരുന്നിടത്ത് നമുക്ക് 2 വയർ സോൾവ് ചെയ്തെടുക്കാം. ഇപ്പോൾ എടുത്ത കണക്ഷൻ നമുക്ക് മൊസ്കിറ്റോ ബാറ്ററി ഇരുന്ന സ്ഥലത്ത് പോസിറ്റീവും നെഗറ്റീവും മാറാതെ സോൾവ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ കമ്പിക്കകത്തുനിന്ന് എടുത്തേക്കുന്ന 2 വയറുകളുണ്ട്. ഒരു ബ്ലാക്കും, അതായത് ഫ്രണ്ടിലത്തെ ഈ വലിയ നെറ്റിനകത്ത് ബ്ലാക്കും അകത്ത് കൊടുത്തേക്കുന്ന നെറ്റിനകത്തുനിന്ന് റെഡ് വയറുമാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഈ വയർ നമുക്ക് ഈ ഒരു ബോർഡിലോട്ട് കണക്ട് ചെയ്യാം. പോസിറ്റീവ് ലൈനിലോട്ട് നമുക്ക് പോസിറ്റീവ് വയർ കണക്ട് ചെയ്യാം. അതുകൊണ്ട് നെഗറ്റീവ് ലൈനിലോട്ട് നമുക്ക് നെഗറ്റീവ് വയറും കണക്ട് ചെയ്യാം. ഈ ഒരു സ്വിച്ച് പ്രസ് ചെയ്താൽ നമ്മൾ ഹൈ വോൾട്ടേജ് സെക്ഷൻ വർക്ക് ചെയ്യത്തുള്ളൂ. അത് നമുക്ക് ഒഴിവാക്കണം. അതിനായിട്ട് നമുക്ക് ഈ സ്വിച്ചിൻ്റെ ലെഗുകൾ നമ്മൾ ഷോർട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിനകത്ത് മൊസ്കിറ്റോ ബാറ്റിൻ്റെ ബോർഡിന് സ്വിച്ച് കൊടുക്കാൻ മറന്നുപോയി. അതുകൊണ്ട് നമ്മൾ ആദ്യം കണക്ഷൻ കൊടുത്ത് പോസിറ്റീവ് ലെഗിനകത്ത് നൂരി വിടാം. എന്നിട്ട് രണ്ടാമത്തെ സ്വിച്ചിൽ നിന്ന് വരുന്ന ലെഗ് നമുക്ക് ബോർഡിലോട്ട് സോൾവ് ചെയ്ത് കൊടുക്കാം. ഇനി സ്വിച്ചിൻ്റെ ലെഗും 5 വോൾട്ട് ഔട്ടിൽ നിന്ന് വരുന്ന ഒരു ലെഗ് കൂടെ തമ്മിൽ സോൾഡറിങ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഷോർട്ട് ആവാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇൻസുലേഷൻ ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ തന്നെ LED നിന്ന് വരുന്ന ഒരു പോസിറ്റീവ് ലെഗ് നമ്മൾ സ്വിച്ചിലോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ആ സ്വിച്ചിൻ്റെ രണ്ടാമത്തെ ലെഗ് ഫീമെയിൽ സോക്കറ്റിൽ വരുന്ന പോസിറ്റീവ് ലൈനിലോട്ട് നമുക്ക് സോൾവ് ചെയ്ത് കൊടുക്കാം. LED നിന്ന് വരുന്ന നെഗറ്റീവ് ലെഗ് നമുക്ക് ഫീമെയിൽ സോക്കറ്റിൽ നിന്ന് നെഗറ്റീവ് ലെഗുമായിട്ട് സോൾഡറിങ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഡ്യുവൽ സൈഡിൻ ടേപ്പിൻ്റെ സഹായത്തോടെ ഈ 2 ബോർഡ് ഈ ഒരു ബോക്സിനകത്തോട്ട് ഒട്ടിച്ചു കൊടുക്കും. എന്നിട്ട് നമുക്ക് ഈ 2 ബോക്സൂടെ ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മൊസ്കിറ്റോ ട്രാപ്പിന്റെ വർക്ക് ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. ഇതിന്റെ 2 സൈഡിൽ ഓപ്പണിംഗ് ഉണ്ട് കേട്ടോ, കണ്ടില്ലേ? ഇതിന്റെ സെന്ററിലാണ് LED ഇരിക്കുന്നത്. പിന്നെ ഇതിന്റെ LED ലൈറ്റും അതുകൊണ്ട് തന്നെ ഇതിന്റെ മൊസ്കിറ്റോ ഷോക്ക് അടിക്കുന്ന സാധനത്തിന്റെ ലൈറ്റ് സ്വിച്ചും ഇതാണ്. ഇതിന്റെ പവർ അഡാപ്റ്റർ ഇതാണ്. ഇതൊരു ഫീമെയിൽ സോക്കറ്റാണ് 12 വോൾട്ടിൻ്റെ. നമ്മൾ 12 വോൾട്ടിൻ്റെ ഫീമെയിൽ സോക്കറ്റ് കൊടുക്കുമ്പോഴാണ് ഇത് വർക്ക് ആവുന്നത്. അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി 12 വോൾട്ടിൻ്റെ അഡാപ്റ്റർ ഞാൻ കൊത്തി എടുത്തിട്ടുണ്ട്. ജസ്റ്റ് പിൻ ചെയ്യാം. പിൻ ചെയ്ത് ആദ്യത്തെ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ LED കണ്ടില്ലേ, 2 സൈഡിലും LED എത്തും. നമുക്ക് സത്യം പറഞ്ഞാൽ വേണ്ടത് UV ലൈറ്റ് ആണ്. നമുക്ക് UV ലൈറ്റ് കിട്ടാത്തതുകൊണ്ടാണ് ഈ ഒരു ബ്ലൂ കളർ LED നമ്മൾ എടുത്തിരിക്കുന്നത്. സെക്കൻഡ് സ്വിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ മൊസ്കിറ്റോ ട്രാപ്പിൻ്റെ ആ ഷോക്ക് അടിക്കുന്ന സാധനമല്ലേ, അത് വർക്കാവും. ഓക്കെ, നമുക്ക് സെക്കൻഡ് സ്വിച്ച് ഓൺ ആയി കൊടുക്കാം. വർക്കായിട്ടുണ്ട്, ഓൺ ആയിട്ടുണ്ട്. നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ആണെങ്കിൽ ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് അകത്തോട്ട് ഇങ്ങനെ ഇട്ട് നോക്കാം. കണ്ടില്ലേ, നല്ല ഹൈ പവറിലാണ് അടിക്കുന്നത്. എവിടെ തൊട്ടാലും അടിക്കും. അതുകൊണ്ട് തന്നെ തിരിച്ച് വെച്ചാലും ഈ സാധനം വർക്കാവും. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിത് സ്റ്റുഡിയോ ലൈറ്റ് ഓഫ് ആക്കി വെച്ച് അടി കിട്ടി ഗൈസ്, അടി കിട്ടി. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ ബാക്ക് മണ്ടവശം കവർ ചെയ്തിട്ടില്ല. അത് കവർ ചെയ്യാനുണ്ട്, അതുകൊണ്ടാണ് ഈ മണ്ടയ്ക്ക് വിട്ടുമ്പോൾ ഷോക്ക് അടിച്ചത്. അപ്പോൾ എന്തായാലും നമുക്കിത് ഒരു ദിവസം ഫുൾ ഇങ്ങനെ ലൈറ്റ് വെച്ചേക്കാം ഒരിടത്ത്. നേരം വിളക്കുമ്പോഴത്തെ എത്രത്തോളം പ്രാണികളൊക്കെ വന്ന് ഇത് പിടിച്ചിട്ടുണ്ടല്ലോ നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു ദിവസം ഇങ്ങനെ വെച്ചേക്കാം. ഹായ് ഗൈസ്, അങ്ങനെ നമ്മൾ ഈ ട്രാപ്പ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. രാത്രിയിൽ വെളിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. എന്തായാലും നമുക്കിതൊരു നേരം വിളക്കുമ്പോൾ ഇങ്ങനെ തന്നെ വെച്ചേക്കാം. ഞാൻ രാവിലെ നമ്മുടെ മൊസ്കിറ്റോ ട്രാപ്പ് ഇന്നലെ വെച്ച് നോക്കാൻ വന്നത്. ഈ വീടിൻ്റെ പുറത്താണ് വെച്ചിരുന്നത്. ഇവിടെ നല്ല മഴയാണ്. ഞാൻ രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് നോക്കാൻ വന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് കേൾക്കാൻ പൊട്ടുന്നത്. അപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. കേട്ടില്ലേ സൗണ്ട്? ഇതാണ് ഗൈസ് നമ്മുടെ സാധനം. കണ്ടില്ലേ, ഒത്തിരി ഈച്ച ഉണ്ട് കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ചതിൽ ഈച്ച കിടപ്പുണ്ട്. ഈ സൈഡിൽ കാരണം മണ്ടയ്ക്കൊക്കെ ഉണ്ട്. മണ്ടയ്ക്ക് നമ്മൾ കവർ ചെയ്യാത്തതുകൊണ്ട് അവിടെയും ഷോക്ക് അടിക്കും കേട്ടോ. അപ്പോൾ അതിലും വന്ന് വിട്ടിട്ടുണ്ട്. അകത്തെല്ലാം കണ്ട് കത്ത് കിടപ്പുണ്ട്. അപ്പുറ സൈഡ് നോക്കാം. ഈ സൈഡിൽ നിന്നുണ്ട് ഒത്തിരി കിടപ്പുണ്ട് കേട്ടോ. കണ്ട് ഇപ്പോഴും പൊട്ടിക്കൊണ്ടിരിപ്പുണ്ട്. ഈ ഭാഗത്തൊക്കെ താഴേക്ക് ഒത്തിരി ഈച്ച കത്ത് കിടപ്പുണ്ടേ. അപ്പോൾ ഇതാണ് നമ്മൾ ആഗ്രക്കടയിലെ ബാറ്റിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത ഫ്ലൈ ക്യാച്ചറിൻ്റെ ഫൈനൽ റിസൾട്ട്. അത്യാവശ്യം നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പോഴും ഇതിനകത്ത് നല്ല ഈച്ചയൊക്കെ ചത്ത് കിടപ്പുണ്ട്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ ഒരെണ്ണം ഉണ്ടാക്കിയെടുക്കാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ബോക്സി ഡിസൈൻ ഉണ്ടാക്കിയെടുത്തിട്ട് വേണമെന്നൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. ഇവിടെ ഫാനൊക്കെ കൊടുത്തിട്ട് ഉണ്ടാക്കുന്നവരുണ്ട്. ഞാൻ പണ്ടെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനൊരു മൊസ്കിറ്റോ ട്രാപ്പ് എന്ന് പറയുന്നതിലും ഫ്ലൈ ക്യാച്ചർ എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ വീടുകളിലും കടയിലൊക്കെ ഈച്ച ട്രാപ്പ് ചെയ്യാനൊക്കെ വെക്കുന്ന ടൈപ്പാണ്. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുകൊണ്ടുള്ള കൂടുതൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായിട്ട് നമ്മുടെ പേജിൽ നിന്ന് ഫോളോ ചെയ്യുക.